വോട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിൻ്റെ അടയാളമായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ മറ്റേ ആൾ വോട്ടം കളഞ്ഞേക്കാം, അയാൾ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ദുഷ്ടബുദ്ധിക്ക് ഉള്ള തീവ്രതയല്ല എന്നതിങ്ങനെ നടക്കുന്നത് പറയും. ഇപ്പം ഞാൻ കോതമംഗലം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ 2002 വോട്ടറാണ്. 2002 വോട്ടർ പട്ടികയാണല്ലോ ഇപ്പോൾ ഈ SIRനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ആ വീട്ടിൽ 2009 ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് 2009 ഞാൻ മാറിയതാണ്. ഞാൻ അതിനുശേഷം ഒരു 10-20 വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായി. ജോലിയുടെ ഭാഗമായിട്ട് പലയിടത്തേക്ക് മാറുമ്പോൾ എല്ലായിടത്തും. പക്ഷേ എൻ്റെ വോട്ട് എപ്പോഴും എവിടെയാണ്? അവിടെ തന്നെയാണ്. 2014 ഞാൻ കോഴിക്കോട് വോട്ടറാവുന്നത്. 2014 കോഴിക്കോട്ടെ വോട്ടറാവുന്നത് എങ്ങനെയാണ്? 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്, കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പാണ്. അപ്പോഴും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ സ്വന്തമായി വീട് വയ്ക്കുന്നത് 2019. അപ്പോൾ 2019 ഞാൻ സ്വന്തമായി വീട്ടിൽ ചേർന്ന് താമസിക്കുന്ന വാർഡിലല്ല എൻ്റെ വോട്ട് തൊട്ടപ്പുറമുള്ള വാർഡിലാണ്. പക്ഷേ 2020 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ വാർഡിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സാങ്കേതിക പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചോദിക്കുകയാണ്, നീ ആ വാർഡിൽ വോട്ടറല്ലോ? കാരണം 2019 ഒക്ടോബറിലാണ് ഞാൻ തൊട്ടടുത്ത വാർഡിലെ വീട്ടിലേക്ക് താമസം മാറുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വോട്ടുണ്ട്, ഞാൻ ആ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ വാർഡിലേക്ക് ഞാൻ എൻ്റെ വോട്ട് മാറ്റുകയാണ് ചെയ്തത്. എനിക്കിപ്പോൾ എൻ്റെ വാർഡിൽ വോട്ടുണ്ട്, ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഈ സെയിം ഇഷ്യൂ ആണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവരുടെ തറവാട് വീട്ടിലാണ് അവരുടെ വോട്ട്. അവരിപ്പോൾ താമസിച്ചൊരു വാടക വീട്ടിലാണ്. അപ്പോൾ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന എന്ത് വേണം? കോർപ്പറേഷനിൽ സ്ഥിരതാമസക്കാരിയും അവിടെ വോട്ടുള്ള ആളുമായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ളതാണ് വെപ്പ്. അപ്പോൾ അവിടെ സ്ഥിരതാമസക്കാരിയാണ് അവർ. പക്ഷേ അവരുടെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് അവരുടെ തറവാട്ട് വീട്ടിലാണ്. അവർ താമസിക്കുന്നത് വേറെ സ്ഥലത്ത്, വേറൊരു വാർഡിലെ വാടക വീട്ടിലാണ്. അപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്യപ്പെട്ട, അതായത് ഈ വോട്ട് വെട്ടണം എന്നാവശ്യപ്പെട്ട് പരാതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിർദ്ദേശം, ഇവരുടെ വോട്ട് ചേർക്കപ്പെട്ട വീട്ട് നമ്പറിൽ ഇവരുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്കാരാണ് താമസിച്ചത്. ഒരു പക്ഷേ അവരത് വാടകയ്ക്ക് കൊടുത്തേക്കുന്നതായിരിക്കും. ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഇവരെ വോട്ട് വെട്ടിച്ചത്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിപ്പോൾ CPM ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് വലിയ കുറ്റാവുന്നില്ല, അത് തിരിച്ചവരും ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത് വാർത്തയാവാനും ഇതൊരു ഡിസ്കഷനാവാനും ഹൈക്കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചതിന് ശേഷം ഇതൊരു ഡിസ്കഷനാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതൊക്കെ പണ്ട് ഒരു ലക്ഷറി ആയിരുന്നു. പണ്ടൊക്കെ നമുക്ക് എന്താണ്, ഇതൊക്കെ സാധാരണയാണ്. ഇന്ന് അങ്ങനെയല്ല. അതിൻ്റെ ഒരു കാരണം, വോട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിൻ്റെ അടയാളമായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ മറ്റേ ആൾ വോട്ടം കളഞ്ഞേക്കാം, അയാൾ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ദുഷ്ടബുദ്ധിക്ക് ഉള്ള തീവ്രതയല്ല എന്നതിനുള്ളത്. ഇന്ന് ഞാൻ ഷിതയോടുള്ള രാഷ്ട്രീയ പേരായതുകൊണ്ട് ഷിതയുടെ വോട്ട് കളയുക, അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് ഞാൻ ചെയ്യുന്നതിനർത്ഥം നിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നുകൂടിയാണ്